സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ ദർസിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിനെ, അഹ്ലു സുഫ എന്ന ദർസിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട ഉമ്മു റൂമാനോട് ചോദിച്ചു, പെണ്ണേ, എന്റെ കൂടെ കുറച്ച് സ്വഹാബത്ത് ഭക്ഷണത്തിന് വന്നിട്ടുണ്ട് മോളെ, എന്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് സ്വഹാബത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ അടുക്കളയിൽ കഴിക്കാൻ വല്ല ഭക്ഷണവുമുണ്ടോ? ഈ അടുക്കളയിൽ കഴിക്കാൻ വല്ല ഭക്ഷണവുമുണ്ടോ മോളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു റുമാന എന്ന മഹദി പറയുകയാണ്, ഇവിടെ അല്പം പാലാണുള്ളത് തങ്ങളെ, ഇവിടെ അല്പം പാലാണ്, കുറച്ചു പേർക്ക് കുടിക്കാൻ പറ്റിയ അല്പം പാലാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ ബിസ്മി ചൊല്ലിയിട്ട് ആ പാലിനെ ചൂടാക്കണം മോളെ, ആ പാല് നമുക്ക് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കാം മോളെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പാല് തിളപ്പിച്ചിട്ട് പ്രിയപ്പെട്ട അതിഥികൾക്ക് കൊടുക്കുകയാണ്. അല്പം പാലല്ലേ പാത്രത്തിലുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്നപ്പോ അല്പം പാലാകിരുന്നു ആ പാത്രത്തിലുണ്ടായിരുന്നത്. പക്ഷേ എന്റെ കൂടെയുള്ള സ്വഹാബത്ത് മുഴുവനും ആ പാല് കുടിച്ചു തീർത്തിട്ടും അതിൽ പാല് ബാക്കിയാകിരുന്നു നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് അത്ഭുതത്തോടെ പറയാണ്, എങ്ങനാണ് നബിയെ? അറിയില്ല നബിയെ, എങ്ങനാണ് ആ പാത്രത്തിൽ പാല് ബാക്കിയതാ എന്ന് അറിയില്ല നബിയെ. ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം കഴിക്കാനുള്ള പാലല്ലേ വീട്ടിലല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യം എന്നോട് പറഞ്ഞത് അല്പം പാല് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഞങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടും അടുക്കളയിലുള്ള പാത്രത്തിലെ പാല് ബാക്കിയാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് നിറപുഞ്ചിരിയോടെ പറയുകയാണ്, അബൂബക്കറേ, നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട് അബൂബക്കറേ. നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ, ആ ഭാര്യ അടുക്കളയിലേക്ക് പാല് പാചകം ചെയ്യാൻ ചൂടാക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിലുള്ള ഒരേ ഒരു മുറാദ് എന്തായിരുന്നു? അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ദാഹമകറ്റാൻ വേണ്ടിയാണ്, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ്, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരുടെ ദാഹമകറ്റാൻ വേണ്ടിയാണ് ഈ അടുക്കളയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതല്ല. കുറച്ച് പാലല്ലേ ഉള്ളൂ, കുറച്ച് ഭക്ഷണമല്ലേ കൊടുക്കാൻ